ഇന്നതാ നമ്മൾ ഹോസ്പിറ്റലിലാണേ. നമ്മുടെ ബെല്ലയുടെ ഇടത് കാലേ നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും, അവൾ ആഹാരവും കഴിക്കുന്നില്ല, ആള് ഭയങ്കര സൈലന്റും ആയിരുന്നേ. അങ്ങനെ ആവുമ്പോൾ തന്നെ വിചാരിച്ചാണ് ആൾക്കൊരു വയ്യായ്മ ഉണ്ട് എന്നുള്ളത്. അതാ നേരെ ഇങ്ങോട്ട് വന്നേ. ഇവരുമായിട്ടൊക്കെ ഭയങ്കര അടുപ്പത്തിലാണ്. കാരണം ചെറിയ വന്ന ടൈമിൽ അടുപ്പിച്ചൊരു 10 ദിവസം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരിവിടെ വരുമ്പോൾ വേറെ വാശിയോ ദേഷ്യോ ഒന്നും കാണില്ല കേട്ടോ. ഇവരുമായിട്ടൊക്കെ ഭയങ്കര സൗഹൃദത്തിലായതുകൊണ്ട് കാലിൽ നനവ് തട്ടിയിട്ട് അതെങ്ങനെ ആ നനവ് നിന്നിട്ടേ അത് അലർജി ആയതാണേ. ഒരു കാലിൽ അത് കൂടി ഇൻഫെക്ഷൻ ആയി. അതാ സംഭവം നടക്കുമ്പോഴത്തേക്കും ഒരു കാലിന് മാത്രമുള്ള ഒരു ബുദ്ധിമുട്ട് വന്നത്. ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലായതിനു ശേഷം പിന്നെ ട്രിപ്പും ആന്റിബയോട്ടിക്കും കൊടുത്തായിരുന്നേ. ഇനിയിപ്പോ ഒരു 4 ദിവസം കൂടി നമ്മൾ ഇങ്ങോട്ട് വരേണ്ടി വരും. കാരണം ആന്റിബയോട്ടിക് ഉള്ളതുകൊണ്ട്. അവൻ ഭയങ്കര സങ്കടത്തിരുന്നോണ്ട് ഇക്ക കുറച്ചേരം കളിയൊക്കെ പറഞ്ഞാണ്. പക്ഷെ എന്നിട്ടോ ആക്റ്റീവ് ആയില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവൻ ഭയങ്കര മൂഡ് ഔട്ട് ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കും. പിന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. എല്ലാം കഴിഞ്ഞ് ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണേ. നമ്മള് ഇഞ്ചക്ഷൻ എടുത്തേണ്ട ഒരു വിഷമം കേട്ടോ അവന്. ഞാൻ പിന്നെ അത് പതുക്കെ പറഞ്ഞ് കൂളാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇനിയിപ്പോ കാലിലെ വേദന മാറിയാലേ അവന്റെ മോഹം ശരിയാവത്തുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.